യൂത്ത് കോൺഗ്രസ് 30 വീട് വെച്ച് കൊടുക്കുന്നത് തൊട്ട് പിറ്റേ ദിവസം അന്ന് മാങ്കൂട്ടത്തിലാണ് അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ളതും കൂടെ ഓർക്കണം നമ്മൾ. എന്നിട്ട് അത് ഇന്നലെ ആണ് അവർ സ്ഥലം ഏറ്റെടുത്തു എന്ന് പറയുന്നത്. അത് കോൺഗ്രസ് മൊത്തമായിട്ട് 130 വീടുകൾ വെച്ച് കൊടുക്കും, അത് വേറെന്തോ വകുപ്പിൽ 230 വീട് വരെ വെച്ച് കൊടുക്കും എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചിട്ട് ആകെ 30 വീടിനുള്ള സ്ഥലമാണ് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാണുന്നത് മൊത്തം നോക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റവും കൂടെ ജനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഇവിടെ വന്ന് ഇത് കാണുക എന്ന് പറയുന്നത്. I don't think so any other government did this much so far for the public. So we can really see in our eyes what kind of structure it is, very beautifully organized. And I think it's not only a house, the whole project is a big hard work from the government and also from the people. So I am living near Puthumala. I know my all classmates, one of the person's house is already lost and I know their pain. കാത്തിരുന്ന് കാണേണ്ടതാണ്. 410 വീടുകൾ ഒന്നിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു മാതൃക വേറെ ഇല്ലല്ലോ. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇല്ല, മാതൃക എന്ന് പറയാൻ കഴിയില്ല. ഒരു മാതൃക വേറെ ഇല്ല. ഇതൊരു പുതിയ സംഭവമാണ്. അല്ലെ, ഈ ഒരു മാതൃക ലോകത്തൊരുത്തേലും കാണാനില്ല എന്നാണ് പറയുന്നത്. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ലോകത്ത് എവിടെയില്ല, ഒരു സ്ഥലത്തും നടന്നിട്ടില്ല ഇത്രയും നല്ല എല്ലാ സജ്ജീകരണങ്ങളോടുകൂടിയുള്ള ഇവിടെ താമസിക്കുന്ന ഒരാൾക്ക് ഒന്നും പോരാ എന്ന് പറയാനില്ല. ഒന്നും ഇത് പോരാ എന്ന് പറയാൻ ആരും പറയില്ല. ഞാൻ US നിന്നാണ് വന്നേക്കുന്നത്. എന്റെ വീട് ഇവിടെ അടുത്താണ്. നാട്ടിൽ വന്നപ്പോൾ ഇവിടെ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം അറിഞ്ഞപ്പോൾ വന്നതാണ്. അവിടുന്ന് കേട്ടിരുന്നു. എനിക്ക് പിണറായി വിജയനെ നേരിട്ട് കാണുന്നുണ്ടായിരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും പുള്ളി പോയി. പക്ഷെ ഇതൊരു വലിയ സംരംഭമാണ്. ഇത് നേരിട്ട് കണ്ടിട്ട് വേണം എന്റെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കാനായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇതൊക്കെ ഒന്ന് കണ്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് പോകാനായിട്ട്. വളരെ അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. വെരി ഹാപ്പി. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത്, ഞാൻ ദുബായിലാണ്, അപ്പൊ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഒരുപാട് ഇതിലാണ്. വീട് ഒന്നും പറയാൻ രക്ഷയില്ല, നല്ല വീടാണ്. അത്രയും കണ്ട് ഒരു വെറുതെ അങ്ങ് ചെയ്ത് കൊടുക്കുന്ന പോലെ അല്ല, ശരിക്കും നല്ല ഒരു ഇൻപുട്ട് ഇട്ടിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു അവർ, ഓഫ് കോഴ്സ് അവര് നമ്മുടെ ഗവൺമെന്റിനാണ്. സോ ഹീസ് എ നൈസ് മാൻ. എനിക്ക് ആദ്യമേ പറയേണ്ടത് പിണറായി വിജയന്റെ ഒരു ബിഗ് സ്ഥലം. ഈ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല ഭാഗങ്ങളും പോയിട്ടുണ്ട്. സർക്കാർ ലെവലില് ഇങ്ങനൊരു വീടും ഇങ്ങനൊരു അനുഭൂതിയും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്റെ ജീവിതത്തിൽ. പൊതുവെ സർക്കാർ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാത്തിനും ഒരു 100%. അതെ, ഇപ്പൊ അതില് വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഭയങ്കര മാറ്റം. അത് നമുക്ക് പറയാനേ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിന് മാത്രം നല്ല ചേച്ചി, ഈ സർക്കാർ തന്നെ ഇനിയും വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതില് കേന്ദ്രത്തിന്റെ ഒരു ഹെൽപ്പ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ കേരളം ലോകത്തിലെ നമ്പർ 1 ആയിരുന്നു. ആ പൈസ കൂടിയും കിട്ടിയാൽ, ആ പൈസ പോലും ഇല്ലാതെയാണ് ഇത്രത്തോളം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബുദ്ധിമുട്ടിലും ഇത്രയും ത്യാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് പിണറായി വിജയന് എന്താ പറയാൻ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അത്രമാത്രം നമ്മളതിനെ. എൻ്റെ അഭിപ്രായം വളരെ നല്ല വീടുകളാണ്. ഇച്ഛാശക്തിയുള്ള ഈ ഗവൺമെന്റിന് മാത്രമേ ഇത് കഴിയൂ. യൂത്തന്മാരും മൂത്തന്മാരും പിരിച്ചൊക്കെ അവർ കട്ടു, ബാക്കി കൊണ്ട് അവർ നന്നായിട്ട് വീട് വന്നിട്ടുണ്ട്. വളരെ സന്തോഷം. എനിക്ക് വളരെയധികം സന്തോഷം കാണാൻ സാധിച്ചു. ഞങ്ങൾക്കൊക്കെ വളരെയേറെ സന്തോഷം. ഇത്രയും സഹായം ചെയ്ത സർക്കാരിനോട് 100 അഭിനന്ദനങ്ങൾ. വയനാടിന്റെ അങ്ങേയറ്റം, വയനാട് ജില്ലക്കാരാണ്. കർണാടക അതിർത്തി. വളരെയേറെ സന്തോഷമുണ്ട്. കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ വന്നതാണ്. നമ്മള് എന്താ പറയാ, ഇത്രയും നല്ല രീതിക്ക് ഇത് പണിയെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അവര് ഫണ്ടൊക്കെ നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ആയാലും എല്ലാതും സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഒരു വീട് നല്ല രീതിയിൽ നല്ല രീതിക്കാണ് പണിത് വെച്ചിട്ടുള്ളത്. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. CMDRFിലേക്കൊക്കെ ഫണ്ട് കളക്ട് ചെയ്യുന്ന സമയത്തും ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായതാണല്ലോ. എന്നാലും സർക്കാരിനെ വിശ്വസിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിനെ വിശ്വസിച്ച് ഇത്രയും ജനങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആ പൈസ ഒന്നും വെറുതെ പോയിട്ടില്ല. ആ പൈസ മൊത്തം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയുന്നതാണ്, ചൂരന്മലയിലൊക്കെ അത്രയും ദുരന്തം ഉണ്ടായിട്ട് ഉറ്റവരും ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ടവർ ഇവിടെ കണ്ണീരോടെ വന്ന് ഈ വീടുകളിലൊക്കെ താമസിക്കുന്ന സമയത്ത് നമുക്കും മാനസികമായിട്ട് അത്രയും സന്തോഷമുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മാനസികമായിട്ട് നമ്മളും ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൂടെ തന്നെ. ഇതുപോലൊരു പുനരധിവാസം, അതായത് പുനരധിവാസത്തിന്റെ കേരള മോഡൽ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. നല്ല സന്തോഷം തോന്നുന്നു, അത്രമാത്രം പറയാനുള്ളൂ. പുതുതലമുറയിൽപ്പെട്ട ആളുകളും കാര്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചേട്ടൻ്റെ അഭിപ്രായം. ഈ യുവജനങ്ങൾ ആയിട്ടുള്ള ഞങ്ങൾ, ഇപ്പോൾ ഞാൻ DYFIയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളും കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം
ഞങ്ങൾ പോലെയുള്ള ആളുകൾ ഈ നാട്ടിനകത്ത് ഒരുപാട് തൊഴിലുകൾ ചെയ്തിട്ട് പണം കണ്ടെത്തി 20 കോടിയോളം രൂപയാണ് സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ആ സമയത്തും നമ്മൾ കണ്ടുപോകേണ്ടത് ഈ യൂത്ത് കോൺഗ്രസ് പോലെയുള്ള യുവജന സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ 20 വീടുകൾ വെച്ച് കൊടുക്കുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് 30 വീട് വെച്ച് കൊടുക്കുന്നത് തൊട്ട് പിറ്റേ ദിവസം അന്ന് മാങ്കൂട്ടത്തിലാണ് അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ളതും കൂടെ ഓർക്കണം നമ്മൾ. എന്നിട്ട് അത് ഇന്നലെ ആണ് അവർ സ്ഥലം ഏറ്റെടുത്തു എന്ന് പറയുന്നത്. അത് കോൺഗ്രസ് മൊത്തമായിട്ട് 130 വീടുകൾ വെച്ച് കൊടുക്കും, അത് വേറെന്തോ വകുപ്പിൽ 230 വീട് വരെ വെച്ച് കൊടുക്കും എന്നുള്ള രീതിയിൽ പ്രഖ്യാപിച്ചിട്ട് ആകെ 30 വീടിനുള്ള സ്ഥലമാണ് ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ കാണുന്നത് മൊത്തം നോക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റവും കൂടെ ജനങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഇവിടെ വന്ന് ഇത് കാണുക എന്ന് പറയുന്നത്. അതെ അതെ അതെ, നമ്മൾ ഇതൊക്കെ എന്താ ഒരു ടൗൺഷിപ്പ് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് വില്ലാ പ്രൊജക്റ്റുകളും ഇതൊക്കെ അങ്ങനെയുള്ള ഒരു ചിന്ത ഒന്നും നമ്മളെ മൈൻഡിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലൊക്കെ വാട്സപ്പുകളിലൊക്കെ വന്നിട്ടുള്ളൊരു മെസ്സേജുകൾ എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് റിസോർട്ട് നിർമ്മിച്ചു കൊടുത്തു, ഇതിനെതിരെ പ്രതികരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് വരെ ഇത് മാറുന്നൊരു ഘട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ വയനാട് പോലെയുള്ളൊരു സ്ഥലത്ത്, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള ടൗൺഷിപ്പ് ഇതിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായിട്ട് തീർത്തിട്ടില്ലെങ്കിൽ പോലും സമീപ ഭാവിയിൽ ഇതെല്ലാം ചെയ്ത് തീർക്കും എന്നാണ് ഗവൺമെൻറ് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. ഈ ഗവൺമെൻറ് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റും. കാരണം ഈ ഒരു വർഷം കഴിഞ്ഞ മാർച്ചിലാണ് ഇതിൻ്റെ തറക്കൽ ആദ്യമായിട്ട് ഇട്ട് തുടങ്ങുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു കൊല്ലം തികയുന്നതിന് മുൻപ് തന്നെ 178 വീടുകളാണ് ഇന്ന് ഗവൺമെൻറ് കൈമാറുന്നത്. ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയും കൂടെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഇതാക്കാൻ പറ്റും. കാണാൻ വേണ്ടി വന്നതാണ്. എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള നല്ല കാഴ്ചപ്പാടാണ്. പുനരൊരു ദിവസത്തിന് നല്ലൊരു മാതൃക ആണ് സൃഷ്ടിച്ചത്. തീർച്ചയായിട്ടും ഇത് പൂർണ്ണമാകുമ്പോഴേക്ക് നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ടൗൺഷിപ്പായിരിക്കും. ഇത് കാത്തിരുന്ന് കാണേണ്ടതാണ്. 410 വീടുകൾ ഒന്നിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു മാതൃക വേറെ ഇല്ലല്ലോ. അപ്പോൾ എന്തൊക്കെ ഭവിഷ്യത്തുകൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാത്തിരുന്ന് കാണുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷമായി. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. നേരത്തെ പറഞ്ഞു കേട്ട കേൾവി നല്ല നിലക്ക് നന്നായി എന്നുള്ള നേരത്തെ പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും സൗകര്യത്തോടു കൂടിയുള്ള വീടും അതിന് ആവശ്യമായ റൂട്ടിലുള്ള റോഡ് സൗകര്യം, മറ്റു എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും ഏറ്റവും നന്നായി തന്നെ ഒരുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു മാതൃക മറ്റ് ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയാത്ത മാതൃകയാണ്. എന്തായാലും ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് കേരളത്തിലെ സർക്കാരും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു ടൗൺഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കുടുംബങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രൂപത്തിൽ വീട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, മറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്തായാലും ഏറെ സന്തോഷകരമാണ് ഈ ഒരു പരിപാടി എന്നുള്ള നിലക്ക് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ആശംസകളും കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഇത് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ കണ്ടപ്പോഴാണ് നമ്മൾ പത്രത്തിൽ വന്നതും മറ്റേ പറഞ്ഞു കേട്ടതും വളരെ കൃത്യമാണ് എന്ന് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ മെറ്റീരിയൽസും വളരെ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. അതുപോലെ വീടിന് അത്യാവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിൻ്റെ ചുറ്റുപാടായാലും മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഗ്രൗണ്ട്, അതുപോലെ ഇതിൻ്റെ സ്ലാബിൻ്റെ കനം കണ്ടാൽ തന്നെ അറിയാം ഇത് കുറ്റമറ്റ രീതിയിൽ തന്നെ ഈ ഗവൺമെൻറ് നല്ല രീതിയിൽ ആളുകളെ പുനരധിവസിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ചെയ്തത്. എന്തായാലും നല്ലൊരു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഒരിക്കലും ഒരു കല്ലിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു മറ്റ് സംഘടനകൾക്കോ പാർട്ടികൾക്കോ ഇത്തരം കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. എന്തായാലും ഭാവിയിലും വീടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കോണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൈസ ഉള്ളവർക്ക് വേണേൽ വീടെടുത്ത് ഇനിയും നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. നല്ല ഒരു സംവിധാനമായിട്ടാണ് വന്നപ്പം വളരെ ഒരു ആത്മസംതൃപ്തി ഉണ്ടായ ഒരു അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. CMDRF-ലൊക്കെ പിന്നെ സഹായിച്ച ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്ത പൈസ വെറുതെ ആയിട്ടില്ല. നമുക്ക് തീർച്ചയായും നമ്മളൊക്കെ 1 മാസം ശമ്പളവും ടീച്ചറായിരുന്നു, ശമ്പളവും കൊടുത്തിട്ടുണ്ട്, അല്ലാതെ സംഭാവന കൊടുത്തിട്ടുണ്ട്. പിന്നെ നാട്ടിൽ നിന്നൊക്കെ മറ്റു സംഘടനകളോടൊപ്പം ചേർന്നിട്ടുള്ള സഹായങ്ങളൊക്കെ എല്ലാത്തിനും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തത് ഒരിക്കലും വെറുതെ ആയിട്ടില്ല. നല്ല ഒരു ചാക്കച്ചവടമൊക്കെ നടത്തിയിട്ടാണ് ഞങ്ങൾ ചാക്കച്ചവടം എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ എല്ലാ സാധ്യതകളും സന്തോഷമായി, വളരെ സന്തോഷം.
ഇച്ഛാശക്തിയുള്ള ഒരു നേതാവും നയിക്കാൻ ഒരു നേതാവും മുന്നിലുണ്ടെങ്കിൽ എന്തും സാധിക്കുമെന്നുള്ളതിൻ്റെ തെളിവായി. എത്രയോ ഗവൺമെൻറ്റുകൾ ഇവിടെ വന്നു പോയി. ഇത്രയേറെ ഈ ദുരന്തങ്ങളെയൊക്കെ നേരിട്ട് നമ്മളെ ജീവിതത്തിൽ എത്തിച്ച എത്രയും നല്ലൊരു ഭരണാധികാരിയെ ഇനി നമുക്ക് കിട്ടാനില്ല. അപ്പം 2 തുടർ ഭരണത്തിൽ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ സർക്കാർ കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു ദുരിതബാധിത പ്രദേശത്തിനെ പുനർജീവിപ്പിച്ചുകൊണ്ട് ഇത്ര നല്ല ഗംഭീരമായിട്ട് നമുക്കിത് എന്തോ നമ്മളെ വീട് നഷ്ടപ്പെട്ട് നമ്മളവിടെ വന്നപ്പോൾ പിന്നെ ഒരു സ്വർഗം കിട്ടിയൊരു അനുഭൂതിയാണ് നമുക്ക്. അത്രയും ഒരു ഗംഭീരമായിട്ട് അതിനെത്ര പറഞ്ഞാലും ഈ ഒരു സർക്കാരിന് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല. ഈ വീടും ഈ ടൗൺഷിപ്പും കാണുമ്പോൾ ഇതുവരെ നമ്മൾ നേരിട്ട് കാണാത്ത ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ്. പ്രത്യേകിച്ചും നമ്മുടെ റവന്യൂ മന്ത്രിയുടെ അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനമാണ് ഈ വലിയൊരു സംഭവത്തെ നാടിന് നൽകിയത് എന്നാണ് എൻ്റെ അഭിമാനത്തോടെയുള്ള അഭിപ്രായം. ഈ ജനസഞ്ചയത്തിനെ കണ്ടറിയാം ഇതിൻ്റെ തെളിവല്ലേ ഇത്. ഇത്രയും ഇച്ഛാശക്തിയോടെ ഒരു ഗവൺമെൻറ് ഇങ്ങനെ കാര്യം ലോകത്തിൻ്റെ ചരിത്രത്തിലുള്ളൊരു സംഭവമാണിത്. കാരണം വെച്ചാൽ ഇങ്ങനെ ഇത്രയൊരു മഹാസംഭവം, ഇത്ര 410ഓളം വീടുകൾ ടൗൺഷിപ്പ് നമ്മളെ കൽപ്പറ്റ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കെട്ടിപ്പോക്കുക എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. എവിടെ നിന്ന് വരുന്നത്? നമ്മള് കണ്ണൂര് കൂത്തുപറമ്പ്. നമുക്കറിയാലോ. ഒന്ന് പറഞ്ഞു, ഇതുപോലുള്ള ഒരു വീട് ഉണ്ടാക്കാൻ ഒരാൾക്ക് ജീവിതത്തിൽ എത്ര കഷ്ടപ്പെടേണ്ടി വരും? ഒരുപാട് കഷ്ടപ്പെടണം. അപ്പൊ അങ്ങനത്തെ ഒരു വീടാണ് ഇപ്പൊ ഇവർക്ക് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. നല്ല അഭിപ്രായം. മുഖ്യമന്ത്രിക്ക് 1000 അഭിനന്ദനങ്ങൾ. നാടിനും ജനങ്ങൾക്കും എല്ലാവർക്കും ഇതിന് സഹകരിച്ച എല്ലാവർക്കും ഞങ്ങളടക്കം. നമ്മുടെ നാട് ഒരുമിച്ച് നിന്നത് കൊണ്ടാണ് ഇത് സാധ്യമായതെന്നുള്ളതാണ്. അപ്പൊ അത് ഒരുമിച്ച് നിർത്താൻ ഒരു നേതാവിന് സാധിച്ചു എന്നുള്ളതാണ്. നല്ലൊരു നേതാവാണ്, നമ്മൾ ഒരു വഴികാട്ടി കൂടിയാണ്. ഇനി വരുന്നൊരു ദുരന്തങ്ങൾ നമുക്ക് ഏത് പ്രതിസന്ധിയിലും നമുക്ക് നമ്മളിപ്പോൾ ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. വീട് കണ്ടോ? ഇഷ്ടപ്പെട്ടോ? അച്ഛനോട് ചോദിക്കാം, എങ്ങനെയുണ്ട്? വീടൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഗവൺമെൻറ് ചെയ്ത ഇത്തരത്തിലുള്ള പ്രവർത്തനം ഒന്ന് കണ്ടില്ലാന്ന് അടിക്കാൻ പറ്റില്ല. അത്രത്തോളം നല്ല ഭംഗിയായിട്ട് കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വല്ലാതൊരു അഭിമാനം തോന്നും. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു വല്ലാതെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. വെച്ചാൽ അന്നത്തെ ഒരു ദുരന്തം, ആ ദുരിതത്തിന് ഭാഗമായി കുറേ ആൾക്ക് വീട് നഷ്ടപ്പെട്ടു. അപ്പോൾ ആ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇങ്ങനെ ഒത്തൊരുമ തന്നെ ഒന്നിച്ച് തന്നെ ഒരു കൂട്ടായ്മയായിട്ട് ഒരു വീടായി കാണുമ്പോണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നല്ല അഭിപ്രായം നമ്മുടെ സർക്കാർ നിലയിലാക്കി കൊടുത്തതിന് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നിലമ്പൂരിൽ വന്നിട്ടുള്ളത്. അലി അനൂപ്. അപ്പോൾ വീടുകളൊക്കെ കണ്ടോ? എന്താ തോന്നുന്നത്? വീടുകൾ കണ്ടു. വീടൊക്കെ നല്ല അടിപൊളി വീടാണ്. 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. വീടിന്റെ ഉൾവശമൊക്കെ പുറ്റി വലിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വീടാണ്. ഹാള് നല്ല വലുപ്പമുള്ള ഹാളാണ്. റൂമൊക്കെ അത്യാവശ്യം നല്ല 12-15 റൂമാണ്. അത്യാവശ്യം നല്ല അടിപൊളി വീടാണ്. പൊതുവായിട്ട് മൊത്തത്തിൽ നല്ല അടിപൊളി വീടാണ്. സർക്കാരിന്റെ പ്രവൃത്തി വളരെയധികം പ്രശംസിക്കുന്നു. ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ തന്നെയാണല്ലോ, വയനാടുകാർ തന്നെ. നമുക്ക് കുറച്ച് ആൾക്കാരെ കിട്ടിയാണ്. നമുക്കൊരു അഭിപ്രായം ചോദിക്കാം. വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് നമ്മുടെ സർക്കാർ ചെയ്തു കൊടുത്തതിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പ്രളയത്തിൽ ഒലിച്ചുപോയിരിക്കുന്ന ജനങ്ങളുടെ അവരുടെ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്തിക്കൊണ്ട് സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്നും ലോകത്തിന് മുമ്പിൽ ഒരു മാതൃകയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ ഈ വീടുകളൊക്കെ അതിമനോഹരമായിട്ടുണ്ട്. പിന്നെ അതിന് നമ്മുടെ മുഖ്യമന്ത്രി അഭിനന്ദിക്കേണ്ടതാണ്. ഇതിനകത്ത് ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ, നിങ്ങൾ പരിചയപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിരുന്നു, വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകളുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഒരു അനുഭവം, അവരിപ്പോൾ ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് എങ്ങനെ? അവരൊക്കെ വളരെ സന്തോഷവാന്മാരാണ്. കാരണം ഇതൊരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് ഇത് ഇവിടെ ഉണ്ട്. കാരണം വെറുതെ പൈസ പിരിച്ചിട്ട് വിട്ടടിക്കലല്ല, ഇത് കൃത്യമായിട്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു സർക്കാരാണ് നമുക്കുള്ളത്. ആ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെ ഭാഗമാണ് ഈ കാണുന്നത്. ഇനി ബാക്കി വീടുകളും അടുത്ത മഴയ്ക്ക് മുമ്പേ കംപ്ലീറ്റ് ആക്കുമെന്ന് സർക്കാർ പറഞ്ഞ്, ഇല്ലാതെ തറക്കല്ലിട്ട് പോകലല്ല, ഒരു വാഗ്ദാനങ്ങളല്ല. കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ പറയുള്ളൂ, പറയുന്ന കാര്യങ്ങളെ ചെയ്യും. അതാണ് ഈ സർക്കാർ. ഈ സർക്കാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും പുനരധിവാസം ഇവിടെ നടപ്പിലായതും. ഇല്ലെങ്കിലും മറ്റൊരു ഏത് ഭരണം ആണെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടക്കില്ല എന്നുള്ള 100 തരാണ്. ഇത് പൊതുജനങ്ങളെ സംഭാവനകളോടുകൂടി പിന്നെ ഇവിടുത്തെ ഡിവിഷനിൽ ഇവിടുത്തെ MP തന്നെ 5 പൈസ കൊടുക്കരുതെന്ന് കഴിഞ്ഞ ആഴ്ച പോലെ വന്നിട്ട് സർക്കാരിന് കൊടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അവരിവിടെ തറക്കല്ല് മാത്രം ഇട്ടിട്ട് പോയിരിക്കുകയാണ്. അത് തിരിച്ചറിയണം ജനങ്ങൾ. അത് ഇതിനുള്ള മറുപടി ആയിരിക്കണം അടുത്ത തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, വിമർശിക്കുന്നവർ ഇവിടെ വന്ന് കാണണമെന്നാണ്. ഈ അത്ഭുതം കേരള സർക്കാർ ചെയ്ത ഈ അത്ഭുതം പുറമേ നിന്ന് പറയുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇവിടെ വന്ന് കാണുന്നവർ
ഒരു അത്ഭുതമായിട്ട് ഇത് എന്നും കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന സംഭവമായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ലോക ചരിത്രം തന്നെ പറയാം, അത്ര അത്ഭുതമാണ്. ഈ വീടുകൾ, ഈ കുന്ന് മുഴുവനും വീടുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇതൊരു സാധാരണ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ വെറുതെ കുറേ ചെറിയ 400 സ്ക്വയർ ഫീറ്റ് അങ്ങനെ ചെറിയൊരു ഏരിയയിൽ തൽക്കാലം ഒരു കുറേ പെട്ടിക്കൂട് പോലെ കുറേ വീടുകൾ മാത്രമാണ് കൊടുക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരുപാട് സൗകര്യങ്ങളും. അപ്പോൾ അവർക്ക് സ്വന്തം വീടായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയത് മുഴുവൻ തിരിച്ചു കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു അംശമെങ്കിലും കൊടുക്കാൻ പറ്റും തോന്നുന്നു ഇത് കണ്ടിട്ട്. ഒരു ചരിത്ര സംഭവം തന്നെയാണ്. നമ്മുടെ ഗവൺമെൻറ് ഒരാളെ ചേർത്ത് പിടിക്കുക, ഒരു ദുരന്തത്തിലുണ്ടായിരുന്ന ആളുകളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതിൽ മാതൃകയായിട്ട് സർക്കാർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ഇവിടെ കാണുകയാണ്. പ്രഖ്യാപനങ്ങളല്ല നടപ്പിലാക്കിയിട്ടുള്ളത് നമ്മുടെ മുമ്പിൽ കാണുന്നു എന്നുള്ള യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും നമ്മൾ കുറച്ച് ദൂരെ നിന്ന് വരികയാണ്. ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഞങ്ങളെല്ലാവരും ഏലംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പത്രങ്ങളിലും ചാനലുകളിലും കാണുന്നൊരു കാര്യം, ഫോട്ടോ ചിലപ്പോൾ ഒരു വീടോ 2 വീടോ മാതൃകയായിട്ടുണ്ടാവും എന്ന നിലയിൽ മാത്രമായിരുന്നു നമുക്ക് തോന്നിയിരുന്നത്. സംഭവം 278 വീടുകൾ പൂർത്തീകരിച്ചു എന്നൊക്കെ പറയുമ്പോഴും 178 വീടുകൾ പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അത് ഇവിടെ യാഥാർത്ഥ്യമായിട്ട് കാണുന്നത് സ്വാഭാവികമായിട്ടും ഈ പ്രയാസത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അത് വളരെ രൂപത്തിൽ അഭിമാനം തോന്നുകയാണ്. ഇവിടെ മാത്രമല്ല, താഴേക്ക് ഇനിയും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറം ഇത്രയും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന് നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ്റിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ടൗൺഷിപ്പ് കാണാൻ വേണ്ടി വന്നതാണ്. വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. ഈ ദുരന്തത്തിൽ അനുഭവിച്ച ആ കുടുംബത്തെയും എല്ലാവരെയും ഈ സർക്കാർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളെല്ലാം ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കും സർക്കാർ, എന്നിട്ട് യാചിക്കാൻ വിടുകയാണ് ചെയ്യുക. ഇതല്ല ഈ സർക്കാർ ചെയ്തത്. ഈ സർക്കാർ കുടുംബത്തിൽ എല്ലാ ബാധിതര ഈ ദുരന്തം അനുഭവിച്ച എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥ നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഈ രാജ്യത്തിന് തന്നെ നമ്മൾ ചെയ്യുന്ന, ഈ സർക്കാർ ചെയ്യുന്ന, കേരളം സർക്കാർ ചെയ്യുന്ന ഒരു മാതൃകയാണെന്ന് നമുക്ക് പറയാം. വടകരയിൽ നിന്ന് വന്നിരിക്കുക. അപ്പോൾ ടൗൺഷിപ്പിലെ വീടുകളൊക്കെ കണ്ടല്ലോ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. നല്ല അടിപൊളി വീടാ. ഇങ്ങനത്തെ ഇത്രയും നല്ലൊരു ഇത്രയും സംവിധാനത്തിൽ ഇങ്ങനെ ഒരു വീട് എടുക്കണമെങ്കിൽ അങ്ങനെ ഉറച്ചൊരു ഗവൺമെൻറ് മാത്രമേ പറ്റൂ. ഉറച്ച ഗവൺമെൻറ് ആയതിനെ കൊണ്ടും പിണറായി വിജയൻ സർക്കാർ ആയതിനെ കൊണ്ടുവന്ന് ഇത്ര നല്ലൊരു ഇങ്ങനത്തെ രീതിയിലുള്ളൊരു വീട് ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ. അത് 1, 2 വീടല്ല, അടിപൊളി വീടാണ്. അടിപൊളി വീടാ. നമുക്ക് നല്ല വീടാ, അടിപൊളി വീട്. നല്ല ഇങ്ങനൊരു അവസ്ഥയിൽ പിണറായി സർക്കാരിന് മാത്രമാണ് ഇത്തരം ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ലോകം തന്നെ മാതൃകാപരമായി കാണുന്ന ഇത്തരം പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം.